ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന 5 മെയിൻ റീസൺസ് ആണ്, അല്ലെങ്കിൽ 5 മെയിൻ പോയിന്റ്സുകളാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നത് ഒഴിവാക്കാം. അതായത് സൈബർ അക്കൗണ്ട് ഫ്രീസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസുകളുണ്ട്. അതായത് ബാങ്ക് തന്നെ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കുറേ രീതികളുണ്ട്. അത് നമുക്ക് ഇഷ്യൂ ഇല്ലാത്ത സംഭവങ്ങളാണ്. നമുക്ക് KYC ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീആക്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സൈബർ ക്രൈമിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സൈബർ പോലീസിന്റെ സൈഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരുന്നത് അത് ഒരു 90% നമുക്ക് അൺഫ്രീസ് ചെയ്ത് കിട്ടാനുള്ള ഭയങ്കര പാടാണ്. അത് മാത്രമല്ല, പിന്നെ അല്ലെങ്കിൽ ആ കേസും കാര്യങ്ങളൊക്കെ കഴിയണം, അല്ലെങ്കിൽ ആ കേസ് ആരെങ്കിലും വിഡ്രോ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അൺഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മെയിൻ നമ്മളിന്ന് പറയാൻ പോകുന്ന 5 മെയിൻ റീസൺ ആണ്. ഈ 5 മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരില്ല. എന്ന് വെച്ചാൽ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വന്നാൽ അതിന്റെ വഴിയെ ഭയങ്കര പുലിവാലി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയ, അതായത് സൈബർ അക്കൗണ്ട് ഫ്രീസിങ് വന്ന ആൾക്കാർക്ക് FIR വരെ റീസണിൽ ഇപ്പോൾ വരുന്നുണ്ട്. FIR വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് രജിസ്റ്റർ ആയതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ടും കിട്ടില്ല, ജോബ് വെരിഫിക്കേഷൻ ഒന്നും നടക്കില്ല. പുലിവാലി പിടിക്കുന്ന പറഞ്ഞാൽ അതിന്റെ നിങ്ങൾക്കത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. അത് കുറേ പേര് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, അത് കുറേ പൊട്ടത്തരങ്ങൾ കാരണം. അപ്പോൾ അതിന്റെ മെയിൻ 5 പോയിന്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് സൂക്ഷിച്ച് ഓർത്ത് വെച്ച് പോയിന്റ് നോട്ടോടി ഇത് വെക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ 99.9% ഈ സൈബർ അക്കൗണ്ട് ഫ്രീസിംഗ് നിന്ന് കിട്ടൂട്ടാ. അല്ലെങ്കിൽ ഇഷ്യൂ വരാത്ത സൈബർ അക്കൗണ്ട് ഫ്രീസിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് ഫ്രീസിംഗ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ഈ മെയിൻ ഇഷ്യൂ വരുന്ന, അതായത് മെയിൻ പുലിവാല് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഫ്രീസിംഗ് ഉണ്ടല്ലോ നമ്മുടെ സൈബർ അക്കൗണ്ട് സൈഡിൽ നിന്ന്, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂട്ടോ. അപ്പോൾ അതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണുന്നത് പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയാനുള്ളത്, ഒരിക്കലും ഈ ഓൺലൈൻ ഗെയിംസുകൾ ഉണ്ടല്ലോ, കുറേ ഉടായ്പ ഓൺലൈൻ ഗെയിംസുകളുണ്ട്. അത് ആപ്പ് ആയിക്കോട്ടെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളടക്കം, അതാണ് നമ്മൾ പറയുന്നത്. ആപ്പുകളായിക്കോട്ടെ, ഈ ലൂഡോ പോലത്തെ, അല്ലെങ്കിൽ ലൂഡോ അല്ല എന്താ പറയുക, ചൂതാട്ടം പോലത്തെ കുറേ ഗെയിംസുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് ഇട്ടിട്ട്, അങ്ങോട്ട് ക്യാഷ് ഇട്ടിട്ടും അങ്ങോട്ട് ക്യാഷ് ഇടാത്തതും ആയിട്ട് കുറേ ഇതുപോലത്തെ ഗെയിമുകളുണ്ട്. നമുക്ക് എന്താ പറയുക, പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടായ്പ. അത് കുറേ 99.5% ഇൻസ്റ്റാഗ്രാമേഴ്സ് എന്ന് വെച്ചാൽ 10 പൈസയ്ക്ക് ബോധമില്ലാത്ത സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ. അത് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം ഞാൻ പറഞ്ഞത്, 2 പേര് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇതേപോലെ പണി കിട്ടിയതാണ്, അത് വേറെ കാര്യം, അവരുടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരിക്കലും ഈ പരിപാടിക്ക് പോരുത് കേട്ടോ. ഇതുപോലെ ഓൺലൈൻ ഗെയിംസിൽ കളിച്ചിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും 100 രൂപ 100 രൂപ കിട്ടിയത് പോട്ടെ എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ക്യാഷ് വന്ന ഉടനെ ഒരു മണിക്കൂർ, ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരും. പിന്നെ ചിലപ്പോൾ അതിൻ്റെ നിങ്ങളുടെ എത്രാമത്തെ ലെയർ ഓഫ് എന്താ വെച്ചാൽ ഈ ഓൺലൈൻ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ അവർ ഈ ക്യാഷ് ഡീൽ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഈ ഇല്ലീഗൽ മണികൾ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഇതുപോലത്തെ ഫ്രോഡ് ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ച അക്കൗണ്ട് ത്രൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും. അതാണ് എൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഒരിക്കലും ഓൺലൈൻ ഗെയിംസുകൾ, അതായത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിംസുകൾ കളിക്കരുത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമേഴ്സ് പറയണ ഒരു സാധനങ്ങളും കളിക്കരുതിട്ടാ. അത് ഞാൻ ബോധമുള്ളവരുടെ കാര്യം പറയണം, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വഴിയെ പറഞ്ഞല്ലോ. 2 പേര് എൻ്റെ കോൺടാക്ട് തന്നു. ഒരു ലേഡി ആയിരുന്നു, എനിക്ക് തോന്നുന്നത് 30-32 ആ റേഞ്ചിൽ വരുന്ന ഒരു ലേഡി ആയിരുന്നു. ഒരെണ്ണം ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവരുടെ അക്കൗണ്ട് ഇതുപോലെ ഒരു എന്താ പറയുക, ഗെയിം കളിച്ചിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംശയം ആകെ പേടിച്ചിട്ടൊക്കെയാണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം. അവർ എന്ത് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. അവർ ഏതൊരു ഇൻസ്റ്റാഗ്രാമറാണ്, ഏതൊരു ലേഡി ഇൻസ്റ്റാഗ്രാമറോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആള് പ്രൊമോട്ട് ചെയ്ത സംഭവമാണ്. ഇവര് എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, അവര് അങ്ങനെ ചെയ്യില്ല. ഇത് എന്താ പറയുക, അതിനൊക്കെ താമസമുള്ള ആൾക്കാരെല്ലാം അടുത്താൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പിന്നെ അതിന് റിപ്ലൈ ചെയ്യാൻ പോയിട്ടില്ല. എന്താ വെച്ചാൽ ഇത്രയും ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് മെയിനായിട്ട്. ഒരു 90% ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിലും പെട്ട് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ പ്രോബ്ലം, ഇവർ ഇതുപോലത്തെ കൂതറ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുള്ളൂ. ഡെയിലി വ്ളോഗ്സും സാധനങ്ങളൊക്കെ, ആ ബോധം വരുന്ന അല്ലെങ്കിൽ നോളജബിൾ ആയിട്ടുള്ളൊരു സാധനം കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ എന്തായാലും പെടും, ഉറപ്പല്ലോ. ഇപ്പം എത്ര ആൾക്കാരെ ഇന്ത്യയിൽ തന്നെ 7000 കോടിയാണ് ഒരു കൊല്ലത്തിൽ ഇതുപോലെ ഫ്രോഡ് ആക്ടിവിറ്റി നടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയിക്കുന്നത് 7000 കോടി. അപ്പോൾ എത്ര ആൾക്കാർ പെടണമെന്ന് നോക്കിയേക്കാം. അതിൽ മെജോറിറ്റി ആൾക്കാരും കൂടുതൽ സൂപ്പറാണ് കേരളത്തിലാണ് കേട്ടോ. റീസെൻ്റ്ലി ഇപ്പോൾ വന്ന സർവേ ആണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ലിറ്ററസി റേറ്റ് ഉള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രോഡ് ആക്ടിവിറ്റി, ഓൺലൈൻ സൈബർ ഫ്രോഡിൽ പെടുന്നത്. അത് എടുത്ത് ഒരു എന്താ പറയുക, ശരിക്കും ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്.
ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ അർത്ഥം എന്താ, ആൾക്കാർക്ക് ഡിഗ്രി പേപ്പർ മാത്രമേ ഉള്ളൂ, ബോധമില്ല എന്ന അർത്ഥം സത്യം പറഞ്ഞാൽ എൻ്റെ പച്ചയ്ക്കുള്ള അർത്ഥം. ഇത് കുറ്റം പറഞ്ഞൊന്നല്ല, ഇതാണ് റിയാലിറ്റി, അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മലയാളി തന്നെയാണ്, അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞല്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഭവം. ഓൺലൈൻ ഗെയിംസ് ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കളിക്കാൻ പോകരുത് കേട്ടോ. അടുത്ത സംഭവം ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ മറക്കും. ഞാൻ നോർമലി ഇതുപോലെ എന്താ പറയുക പോയിന്റ്സും സംഭവങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാറില്ല. ഞാൻ തന്നെ എഴുതി വെച്ചേക്കാൻ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യാൻ കണ്ടു. ഇതുപോലെ ഞാൻ പോയിന്റ് ആയിട്ട് വാട്സപ്പിൽ തന്നെ എൻ്റെ വേറെ നമ്പറിൽ നിന്ന് അയച്ചു വെച്ചേക്കുന്നതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ P2P ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ക്രിപ്റ്റോ ഡീൽ ചെയ്തങ്ങനെ ആപ്പ് ത്രൂ ഒന്നും ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്യാണ്ടിരിക്കുക. ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ഒരു 90-95% ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നമുക്ക് ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതും ഇതുപോലെ ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സാധനം ഇല്ലീഗൽ മണി ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരിക്കലും P2P ട്രാൻസാക്ഷനോ അതേപോലെ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബാൻ ചെയ്ത ആപ്പുകളൊന്നും ഉപയോഗിച്ചിട്ട് ഈ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ചെയ്യാണ്ടിരിക്കുക. ഞാനും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റിംഗ് അതൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് മഡ്രക്സ് എന്ന ആപ്പാണ്. അത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ലീഗലാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. മഡ്രക്സ് ഉണ്ട്, കോയിൻ സ്വിച്ച് അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ അത് പ്രൊമോഷൻ ആയതല്ല, അപ്പോൾ ഞാൻ അടുത്ത് പറയുന്നില്ല. മഡ്രക്സ് ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറേ പേര് പറയാം അത് ഞാൻ പ്രൊമോട്ട് ചെയ്തെന്ന് പറയുന്നത് വെച്ചാൽ കുറേ പേര് ഇതുപോലെ നെഗറ്റീവ് പറയാതിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കളർ ട്രേഡിങ്ങും ഇതുപോലെ തന്നെ ഉടായ്പ കുറേ ട്രേഡിങ് ടെലിഗ്രാമിൽ കൂടെ ട്രെയിൻ ചെയ്യണി. ഞാൻ എന്താ പറയുക, ഇത് എനിക്ക് ഡെയിലി ഇതേപോലെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് വരികയാണേ. എല്ലാത്തിലും പോയി പെട്ട് കഴിഞ്ഞ് കാശൊക്കെ കളഞ്ഞിട്ട് ഇനി കംപ്ലൈൻറ്റ് എന്നിട്ട് അവർ വന്നിട്ട് സൈബർ പോലീസിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര അധികം കേസുകളാണെന്ന് അറിയാം ഇത് രജിസ്റ്റർ ആയി കിടക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ കണ്ടുപിടിക്കുന്നവർക്ക്. എന്നിട്ട് എനിക്ക് എപ്പോഴും ഈ കാശ് തിരിച്ചിടാന്നൊക്കെ ചോദിക്കുക. എല്ലാത്തിനും പോയി പെട്ട് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ കളർ ട്രേഡിങ്ങും ഇതുപോലത്തെ ഉടായ്പ ട്രേഡിങ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ട്. അതിനെ എന്താ പറയുക ഫിഷിംഗ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ്. അതുപോലെ ആപ്പുകളും ഇതൊക്കെ സംഭവം ഉണ്ടാക്കി അവർ APK അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കളർ ട്രേഡിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ഇപ്പോൾ ട്രേഡിങ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്പ് ത്രൂ മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ IND മണി ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്. 5 പൈസ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സിറോദ, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സാണ്. അപ്പോൾ അവരുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാണ്ട് ഇതുപോലെ ടെലിഗ്രാമിലും അതുപോലെ പൊട്ടത്തറയും വാട്സപ്പിലൊക്കെ വന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാശ് മറന്നേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഒരു 99% കിട്ടാനുള്ള പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊക്കെ വൻ എന്താ പറയുക റാക്കറ്റുകളാണ്. അവന്മാരെ ട്രാക്ക് ചെയ്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയെ മാത്രമല്ല എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം എത്ര അധികം ആൾക്കാരുണ്ട്. അതിൻ്റെ ചിലപ്പോൾ 1% പോലും ആൾക്കാർ ചിലപ്പോൾ ഫുൾ നമ്മുടെ ഇന്ത്യയിലത്തെ പോലീസ് എടുത്ത് നോക്കിയാൽ അതിൽ സൈബർ പോലീസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. എല്ലാം എന്ന് വെച്ചാൽ പെൻഡിങ് എന്ന് പറഞ്ഞാൽ പൂരിഞ്ഞ പെൻഡിങ് ആണ്. സൈബർ ഫ്രോഡ് കേസിൽ അത്ര നേരം പെൻഡിങ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്കിതിന് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പ്രിവെൻഷൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പഴഞ്ചൊല്ലി ഉണ്ടായിരിക്കില്ല, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് തന്നെ നമുക്കിവിടെ മെയിനായിട്ട് ചെയ്യാൻ പറ്റും. അതിനെന്താ വേണ്ടത്, ബോധം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ പാർട്ട് ടൈം ജോബ്സ് എന്ന കുറേ സംഭവം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ തന്നെ കുറേ വാട്സപ്പ് ജോബ് സ്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഇതൊക്കെ നോളജബിൾ ആയിട്ടുള്ള വീഡിയോസും എന്താ പറയുക നോളജബിൾ ആയിട്ടുള്ള ന്യൂസിൽ കുറേ ഇതേപോലെ തന്നെ കാണിക്കും. എന്നാലും ന്യൂസ് കണ്ടാലും കുറേയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ജസ്റ്റ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇതുപോലെ നിങ്ങളത് നോക്കണ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സംഭവങ്ങൾ വരിക. അതായത് നമ്മുടെ ഇപ്പോൾ ഫോണിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ന്യൂസുകളൊക്കെ വരും. അതിൽ തന്നെ കുറേ സാധനങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസൊക്കെ അതിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആയാലും നിങ്ങൾക്ക് കുറച്ച് നോളജും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇതിനൊരു കറക്റ്റ് എനിക്ക് ഒരു കിട്ടുന്നില്ല, മലയാളം കിട്ടുന്നില്ല, ഇംഗ്ലീഷും കിട്ടുന്നില്ല എന്തായാലും. അപ്പോൾ ഇതുപോലെ ഓൺലൈൻ ഗെയിം പാർട്ട് ടൈം ജോബുകളൊന്നും പോയി പെടാണ്ടിരിക്കുക. ഇതുപോലെ കുറേ പാർട്ട് ടൈം ജോബുകളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വരും. നിങ്ങൾ പരസ്യം കാണും. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ഉടായ്പ സാധനങ്ങളും ലോൺ ആപ്പുകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതേപോലെ ഉടായ്പ ലോൺ ആപ്പുകളിൽ നിന്നൊന്നും പൈസ എടുക്കാണ്ടിരിക്കുക. ചിലപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും. അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. അപ്പോൾ 5ാമത്തെ പോയിന്റിൻ്റെ കൂടെ ഞാൻ വേറെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോട്ടലായിട്ട് 6 പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഉടായ്പ ബാങ്കിൽ എന്താ പറയുക ലോൺ ആപ്പുകളും അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബൊന്നും സംഭവത്തിലൊന്നും പോയി പെടാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിന്ന് ക്യാഷ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിപ്പോൾ എന്ന് വെച്ചാൽ കുറേ പേര് പറയുന്നുണ്ട് അവർ വാട്സപ്പ് സ്കാം അവരെ നമ്മൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപ കിട്ടി പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ക്യാഷ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും.
ആ ക്യാഷ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് കഴിഞ്ഞാൽ നിങ്ങളൊരു നെഗറ്റീവ് മാർക്കായി. പിന്നെ ആ ബാങ്ക് നിങ്ങൾക്ക് ഒരു സാധനം തരില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം നോർമലി ഒരു ബാങ്കിൽ നമുക്ക് നോർമലി ഒരു ബാങ്ക് അക്കൗണ്ട് തരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വേറെ ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളത് മെയിൻ എന്താ പറയുക ഇപ്പോൾ സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ എന്താ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ അത് പണി കിട്ടി. പിന്നെ പുലിവാലായി. അതിലിപ്പോൾ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ പുലിവാലായി. അപ്പോൾ പിന്നെ അത് നിങ്ങളുടെ ഒരു മെയിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ മെയിൻ ലോണുകളും സംഭവങ്ങളൊക്കെ അതിൽ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര പുലിവാലാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറേ സ്റ്റുഡൻസ് ചെയ്തേക്കുന്ന പരിപാടിയാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതിന് കമ്മീഷൻ കൊടുക്കുന്നു. പറഞ്ഞാൽ ഇതുപോലെ കുറേ നടക്കുന്നുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് ഷെയർ ചെയ്യുക, അതിന് അവർക്ക് കമ്മീഷൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ക്യാഷുകളൊക്കെ നിങ്ങളുടെ പാനിലേക്ക് റിപ്പോർട്ട് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷനൊക്കെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരും. അപ്പോഴാവും നിങ്ങൾക്ക് വടിയാവുക. അപ്പോൾ ഇതുപോലെ കുറേ പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് വാടകയ്ക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കരുതിട്ടാ. അത് വേറെ അടുത്തൊരു മെയിൻ സംഭവമാണ്. ഈ 5-6 എണ്ണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 99.9% നിങ്ങൾക്ക് പിന്നെ ഈ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നോ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് പിന്നെ പോവുക. പിന്നെ നിങ്ങൾന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ ബേസിസിൽ FIRും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നോട്ടീസ് വന്നിട്ട് അവർ ചിലപ്പോൾ നോട്ടീസ് വരും ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. അതായത് ചിലപ്പോൾ ഗുജറാത്തിലത്തെയും മുംബൈയിലത്തെയൊക്കെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സൈബർ പോലീസ് ഓഫീസിൽ നിന്നായിരിക്കും വരിക. അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാൻ പോയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് FIR രജിസ്റ്റർ ആയിട്ട് പിന്നെ നോട്ടീസ് വരുന്നുണ്ടാവും. FIR രജിസ്റ്റർ ആയാൽ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ എന്താ പറയുക, നമ്മൾ ആക്ച്വലി ഇത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ഓർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ഒന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.